ഹലോ. അപ്പോൾ ഞാനിങ്ങടാണ് ഈ കുടയും പിടിച്ച് പോണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു ജോബിൻ്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ അതൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വന്നു. അപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലോടെ സ്റ്റാൻഡിൽ തന്നെ നമ്മുടെ പ്രിയ ബേക്കേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ കയറി ഓരോ കോൾഡ് കോഫിയും അതുപോലെ ചിക്കൻ ബോൾസും കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളാണ് കേട്ടോ. അവിടെ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇനി പോയി നോക്കിക്കോളാം. അപ്പോൾ ഇതാണ് കേട്ടോ ശീതൾ. ഇവളെൻ്റെ കൂടെ 10 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ഇവളെന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവയ്ക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്കാണ്. ഇത് ശരണ്യ എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. ഇവളെ പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. അവളാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് കേട്ടോ. നമ്മളെപ്പോഴും വരുമ്പോൾ കാണും. പിന്നെ ഇവളെന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവയ്ക്കുന്നത് അവിടെ തന്നെയാണ്, കരുവന്നൂർ. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ പുറത്തേക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ഹാപ്പിയൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ പിള്ളേരെ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്ന് ഞങ്ങളെല്ലാവരും. ശരണ്യയുടെ കുട്ടീനെ എന്താ പറയുക അംഗൻവാടിയിൽ കൊണ്ടാക്കി. അവളുടെ ശീതളിനും ഉണ്ണീനും സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. എൻ്റെ 2 പിള്ളേർ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ നാൾ ഞങ്ങൾ ട്രെൻഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെൻഡ്സിൽ കയറിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു, ഫോട്ടോസ് മാത്രമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ പിടിച്ച് നടന്നപ്പോൾ എനിക്ക് സ്കൂളിൽ നമ്മളിങ്ങനെ നടന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അത് കഴിഞ്ഞത് ആ ശരണ്യനെ ഞങ്ങൾ ബസ്സിൽ കയറ്റി വിടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും ശീതൾ ഒരുമിച്ചാണ് കേട്ടോ പോണത്. അങ്ങനെ ആ ശരണ്യയ്ക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഇനി അവളെ നമ്മൾ വണ്ടിയിൽ കയറ്റി പറഞ്ഞയക്കണം, യാത്ര അയക്കുകയാണ്. അപ്പോൾ ടാറ്റയും ബൈ ബൈ സി ഒക്കെ പറഞ്ഞിട്ട് ഇത് അവൾ പോവാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നാണം വന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞാനും ശീതളുണ്ട് അവിടെ വായി നോക്കി നിൽക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ. ഞാനവിടെ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കിട്ടി, ഞങ്ങൾ വണ്ടി ഇറങ്ങി. ഞങ്ങൾ വീണ്ടും മഴയത്ത് നനഞ്ഞിതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ്. ഇതിപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്.